ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ വീട്ടിലൊക്കെ ഇതിന് പറയുന്നത് റൊട്ടി ഉണ്ടെന്നാണ്. ഇതിൻ്റെ ഫില്ലിങ് പക്ഷേ കുറച്ച് ഡിഫറെൻ്റ് ഉണ്ട്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെയല്ല. പിസ്സൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചീസും അതുപോലെ ഒറിഗാനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടറും എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഒരു സെക്കൻഡ് ഒന്ന് വഴറ്റിയിട്ട് പിന്നെ അതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റുക. ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് വഴറ്റുക. എന്നിട്ട് അതിലേക്ക് ഒരു പകുതി ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒരുപാട് ആദ്യമേ ചേർത്ത് കൊടുക്കരുത്, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മളിതിന് സോസൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ക്യാരറ്റ് ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട. ഞാനിപ്പോൾ ക്യാപ്സിക്കം എല്ലാം റെഡും കുറച്ച് എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഹോട്ട് സോസാണ്. 1 ടീസ്പൂൺ ഹോട്ട് സോസ് ചേർത്ത് കൊടുക്കുക. അതുപോലെ സോയാ സോസും ചേർത്ത് കൊടുക്കണം. ഡാർക്ക് സോയാ സോസ് ആണെങ്കിൽ 1 ടീസ്പൂൺ മതി. ഞാനിവിടെ ലൈറ്റ് സോയാ സോസാണ് ചേർത്തിട്ടുള്ളത്. അത് 1 ടേബിൾ സ്പൂൺ വരെ എടുക്കാം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഉപ്പും കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് മിക്സിയുടെ ജാറിൽ കറക്കിയെടുത്തതാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയിലയോ അല്ലെങ്കിൽ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. പിസ്സൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാൻ ഒറിഗാനോ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് റെഡിയാണ്. ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ ഒരു ഫില്ലിങ്ങിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് അടുത്തത് വേണ്ടത് കുറച്ച് ബ്രെഡ് പീസസ് ആണ്. അതിൻ്റെ ബ്രൗൺ പാർട്സൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക. ഒരു 8-10 ബ്രെഡ് പീസസ് എടുക്കുക. അപ്പോൾ അതാ നമ്മുടെ ബ്രെഡ് പീസസൊക്കെ റെഡിയാണ്. നമ്മുടെ ഫില്ലിങ്ങും നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഈ തണുത്ത ഫില്ലിങ്ങിലേക്ക് നമുക്കൊരു 2-3 ബർഗർ ചീസ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതും ഓപ്ഷനിലാണ്. ചീസിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ചീസ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഫില്ലിങ്ങിന് പിസ്സൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി കിട്ടും. കൂടുതൽ ചീസ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ബർഗർ ചീസിൻ്റെ സ്ലൈസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇവിടെ റെഡിയാണ്, ഫില്ലിങ് റെഡി. ഇനി നമുക്ക് കുറച്ച് വെള്ളം വേണം. വെള്ളത്തിലാണ് ഈ ബ്രെഡ് ഡിപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ ബ്രെഡ് സ്ലൈസസും എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡ് മാത്രം ഡിപ്പ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. ആ വെള്ളം മുഴുവൻ ഇതിന് കളയണേ. ബ്രെഡ് പൊട്ടിപ്പോവാതെ അത് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഫില്ലിങ് ഇതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബോളിൻ്റെ ഷേപ്പിൽ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ഒട്ടുന്ന വിധത്തിൽ ഒന്ന് ഉരുട്ടിയെടുക്കണേ. കാരണം ഇതിന് ഹോളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓയിൽ ഉള്ളിൽ കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒട്ടിയിട്ടുണ്ടെന്ന് നോക്കണേ. കാരണം ചെറിയ വിടവൊക്കെ ഉണ്ടെങ്കിൽ ഓയിൽ കിടക്കുമല്ലോ. അപ്പോൾ വിരലിന് കുറച്ച് വെള്ളം തടവിയിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തടവി കൊടുക്കുക. നല്ലതുപോലെ ഒട്ടിച്ചെടുക്കുക. ഇതുപോലെയാണ് വേണ്ടത്. ഷേപ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒന്നും കൂടി വലുതായിട്ട് വരും, ഡബിൾ സൈസായിട്ട് വരും. അപ്പോൾ നല്ലൊരു ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ നമുക്ക് ഷേപ്പിൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ല. ഇത് നന്നായിട്ട് ഒട്ടിക്കിട്ടിയാൽ മതി. അപ്പോൾ ഇതുപോലെയാണ് ഉരുട്ടിയെടുക്കേണ്ടത്. എല്ലാ ബ്രെഡ് പീസസും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഇതിൽ കാണുന്ന അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇത് അറിയുന്നവർ ഒരുപാട് പേരുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത് ഡീറ്റെയിൽസ് ആയിട്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ പിസ്സൻ്റെ ആ ഒരു ഫ്ലേവർ ആയതുകൊണ്ടാണ് കോക്കനട്ട് ഓയിൽ എടുക്കാത്തത്. നിങ്ങൾ മറ്റുള്ള സാധാ നോർമൽ ഫില്ലിംഗ് ഒക്കെ ആണെങ്കിൽ കോക്കനട്ട് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്യണം. കാരണം ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ ഇത് ഡബിൾ സൈസായിട്ട് വരും. അപ്പോൾ മാത്രമേ ആ ഒരു കാണാനൊരു ഭംഗിയും പിന്നെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. അതിൻ്റെ ഷേപ്പിലും മാറ്റം വന്നിട്ടുണ്ട്. കുറച്ചുകൂടി വലിയ സൈസായിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഓയിലിൽ നിന്നും കോരി മാറ്റാം.
നമ്മളിത് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നതെങ്കിൽ ഇതിലൊട്ടും എണ്ണ കുടിക്കില്ല. അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത. പുറം ഭാഗം അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഇത് ചൂട് കുറച്ച് ആറുമ്പം കുറച്ച് സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ചൂടോടുകൂടി കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല പുറഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ ഇത് നല്ല കെച്ചപ്പോ സോസോ എന്താ വെച്ചാൽ കൂട്ടിയിട്ട് ചൂടോടുകൂടി തന്നെ കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.